ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്ഷര കൈരളി 2026 +1 അക്കൗണ്ടൻസി തുല്യത മോഡൽ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക് ചോദ്യം. നമ്മുടെ +1 അക്കൗണ്ടൻസിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒന്നിൽ ഒരു ജേണൽ എഴുതാനുണ്ടായിരിക്കും, ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റും തരും. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താലായിട്ട് മതി. അപ്പോൾ ജേണലും ഡബിൾ കോളം ക്യാഷ് ബുക്കും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ജേണലൊക്കെ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32. നൽകിയിരിക്കുന്ന ഇടപാടുകളുടെ ജേണൽ എൻട്രികൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 8 ട്രാൻസാക്ഷൻ തരും, അതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ നിങ്ങളുടെ അടുത്ത് പറയും. 1/3/2025 ബിസിനസ് ആരംഭിക്കാൻ കൊണ്ടുവന്ന പണം. എന്ത് കൊണ്ടുവന്നു? ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവന്നു. പണം ആസ്തിയാണ്. ആസ്തി കൂടുമ്പോൾ ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ആദ്യത്തെ ജേണൽ എൻട്രി വരിക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും ആദ്യത്തെ നമ്മുടെ ജേണൽ എൻട്രി. നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, കാരണം എന്താണ്? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ക്യാഷ് ബിസിനസ്സിലോട്ട് വന്നു, അതുകൊണ്ട് ക്യാഷ് കൂടി, ആസ്തി കൂടി, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ, മൂലധനവും കൂടി, മൂലധനത്തിന്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്, സോ ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ എഴുതണം. അത് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ തന്നെ പകർത്തി അങ്ങ് വെക്കുക. ബിസിനസ് ആരംഭിക്കാൻ പണം കൊണ്ടുവരുന്നു, 2 ലക്ഷം. ആദ്യത്തെ ജേണൽ എൻട്രി അവസാനിക്കുന്നു. അടുത്തത് നോക്കാം. രണ്ടാമത്തെ 4/3/2025 ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ നിക്ഷേപിച്ചത് 80,000 രൂപ. ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയാണ് നമ്മൾ. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ബാങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എവിടെ കൊണ്ടുപോയിട്ടു? ബാങ്കിൽ പണം കൂടി. ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. കയ്യിലുള്ള ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞു, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇത് ക്യാഷും ബാങ്കും വരുന്ന ജേണൽ എൻട്രി ആണ്. ഇങ്ങനെ ക്യാഷും ബാങ്കും വരുന്ന ജേണൽ എൻട്രി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി. ഒരു ജേണൽ എൻട്രിയുടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്ത് ക്യാഷും ബാങ്കും വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺട്രാ എൻട്രി എന്ന് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനെ പറയും, മറക്കരുത്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്കിൽ പൈസ കൂടി, സോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. കയ്യിൽ നിന്ന് എന്ത് പോകുന്നു? ക്യാഷ് പോകുന്നു, സോ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ പണം നിക്ഷേപിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പണം കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ അസറ്റാണ്, ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. ഫർണിച്ചർ എന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ വന്നു, കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് എന്ന അസറ്റ് പോയി, അപ്പോൾ ക്യാഷ് കുറഞ്ഞു, സോ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ജേണൽ എൻട്രി വരിക. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മുടെ ജേണൽ എൻട്രി വരും. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. സ്വകാര്യ ആവശ്യത്തിന് പണം പിൻവലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഡ്രോയിങ്സ് ആയിട്ടാണ് കണക്കാക്കുക. ജേണൽ എൻട്രി എന്ത് വരുന്നു? ഡ്രോയിങ്സ് ടു ബാങ്ക്. ബാങ്കിൽ നിന്നല്ലേ പണം പിൻവലിച്ചത്? ഡ്രോയിങ്സ് ടു ബാങ്ക്. ക്യാപിറ്റലിൽ നിന്നുള്ള കുറവാണ്. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റലിന്റെ ബാലൻസ് എന്താ? ക്രെഡിറ്റ്. ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഡെബിറ്റ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നു. അടുത്തത് എന്താണ്? റൊക്കം പണത്തിന് സാധനങ്ങൾ വാങ്ങി. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, സോ ജേണൽ എൻട്രി എന്ത് വരും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. പർച്ചേസ് എക്സ്പെൻസ് ആണ്, സോ എക്സ്പെൻസിന് ഡെബിറ്റ്, പർച്ചേസിന് ഡെബിറ്റ്. കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി, സോ ക്യാഷ്. ആസ്തി കുറഞ്ഞു, ആസ്തി, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ്. അടുത്ത് നോക്കാം. ശമ്പളം ചെക്കിലൂടെ നൽകി. ചെക്ക് എന്നൊരു വാക്ക് കണ്ട് അവിടെ ഓർക്കുക, ബാങ്ക്. ശമ്പളം എന്താണ്? എക്സ്പെൻസ് ആണ്, സോ ശമ്പളത്തിന് ഡെബിറ്റ് ബാലൻസ് ടു ബാങ്ക്. ചെക്കാണ്, ചെക്ക് എന്ന് വാക്ക് കണ്ട അപ്പം ബാങ്ക് എന്ന് എഴുതുക, ടു ബാങ്ക്. കയ്യിൽ നിന്നല്ല പോയത്, ബാങ്കിൽ നിന്നാണ് പണം പോയത്. ശമ്പളം അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അടുത്തത് എന്താണ്? ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ബാങ്കിൽ പൈസ പിൻവലിക്കല, നിക്ഷേപിച്ചു. പണം കൊണ്ട് ബാങ്കിൽ ഇട്ടു. ബാങ്കിൽ പൈസ കൂടി, ബാങ്ക്. നമ്മുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ലാസ്റ്റ് ജേണൽ എൻട്രി കുറച്ച് വെറൈറ്റിയാണ്. അനാഥാലയത്തിന് സാധനങ്ങൾ നൽകി. അനാഥാലയത്തിന് എന്ത് കൊടുത്താലും ചാരിറ്റിയാണ്,
സാധനങ്ങളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ? പർച്ചേസ് എന്നോർക്കാം. സാധനങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ പർച്ചേസ്. അനാഥാലയത്തിന് കൊടുക്കുമ്പോൾ ഒരു ചാരിറ്റി. അപ്പോൾ എന്താണ്? ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. കാരണം പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ, ഇവിടെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താ? സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സാധനങ്ങൾ പോയി, ടു പർച്ചേസ്. ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി വരും. എളുപ്പമാണ്. ഒരു 8 ജേണലിൽ ട്രാൻസാക്ഷൻ തരും, നമ്മളോട് റൈറ്റ് ചെയ്യാനായിട്ട് പറയും. ഇത്രയാണ് ഇതിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.